എല്ലാം പെട്ടെന്നായിരുന്നു. ഏട്ടൻ ജുബൈലിൽ വർക്കിന് പോയപ്പോ ഞങ്ങളെയും കൊണ്ടുപോവാന്ന് പറഞ്ഞു. താഴത്തേക്കൂടി വേറെ അടിപൊളി റോഡ് പോകുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ മറ്റേ KGF ഒക്കെ മാതിരി ഒരു ചെറു കളയാൻ കൊണ്ടുപോണേ ഞങ്ങള്. അതെ, പണിയെടുക്കാൻ കൊണ്ടുപോണ. ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു വെറൈറ്റി പെയിന്റിംഗ് ഇതിന്റെ നടുക്കിരിക്കുന്ന. പിന്നെ നമ്മുടെ കടലാണ്. ഇവിടെ നമുക്ക് ഫിഷിങ് ചെയ്യാട്ടോ. എന്തോരം മീനാ. താങ്ക് യു ചേട്ടാ ഈ കാഴ്ച കാണിച്ചു തന്നേന്. ഇത് മൊത്തം മീനാട്ടോ കാണുന്നത്. വിച്ചു ആണെങ്കിൽ പൂള് കണ്ടിട്ട് ഒരു രക്ഷയില്ല. അവന് പൂളിൽ പോണെന്നാ പറയണേ. പക്ഷെ നമുക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള അങ്ങനെയൊന്നും പറ്റിയ അനുമതിയില്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുള്ളൂ. ഇനി കുളിക്കണം. രാവിലെ കുളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം, കാര്യങ്ങളൊക്കെയാണ്. വിച്ചു എഴുന്നേറ്റിട്ടില്ല, ഏട്ടൻ എഴുന്നേറ്റു. വർക്കിന് പോകാൻ വേണ്ടി കുളിക്കണം. അപ്പോൾ ഇന്നലെ കട്ട് ചെയ്ത കേക്കിൻ്റെ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിച്ചുവിനും എനിക്കും കുറച്ചെടുത്ത് വെച്ചിട്ട് ബാലൻസ് നമുക്ക് ഏട്ടനെ വർക്ക് ചെയ്യണം വർക്ക്ഷോപ്പിലോട്ട് കൊടുത്തു വിടാം. അവിടെ ഓഫീസിലെല്ലാവരും കഴിച്ചോളൂല്ലോ. അപ്പോൾ ഓഫീസിലോട്ട് നമുക്ക് കുറച്ച് കേക്ക് ബാക്കി കൊടുത്തു വിടാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാനതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ, കേക്കും കാര്യങ്ങളൊക്കെ. വിച്ചുക്കുട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിച്ചുക്കുട്ടാ. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട്. എനിക്ക് രാവിലെ കുറേ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം നിങ്ങൾക്ക് ഞാൻ ഗുഡ് മോർണിംഗ് തന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ വർക്കിന് പോയി. ഏട്ടൻ്റെ കോള് വന്നു, നമുക്കൊരു സ്ഥലം വരെ പോവാം, നീ വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ തുടങ്ങി വെച്ചെങ്കിലും എല്ലാം പെട്ടെന്നായിരുന്നു. ഏട്ടൻ ജുബൈലിൽ വർക്കിന് പോയപ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് വർക്കിന് ഏട്ടൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജുബൈലിലോട്ട് നമ്മുടെ കോബാറിൽ നിന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ ആ യാത്രയിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാം. അതേപോലെ വിച്ചു എവിടെയാ പോകുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുത്തു. വിച്ചു പാർക്കിൽ പോയെന്നിട്ട് വിചാരിച്ചിരിക്കും. വലല്ല അത്, ഇലക്ട്രിക് ആണ് അത്. മറ്റേ എന്നിട്ടായിട്ടത് കറണ്ട് ഇതല്ലേ, വേറെ തന്നെയല്ലേ. വിച്ചുവിനെ അത് കാണുമ്പോ സ്പൈഡർമാന്റെ വെപ്പാണെന്നാണ് അവന്റെ വിചാരം. വിച്ചുവിന്റെ കയ്യിൽ ഇപ്പൊ എന്നിട്ടിരിക്കണേ ദമാമാണോ അടിപൊളി, ജുബൈലാണോ ഏറ്റവും അടിപൊളി കമ്പാരിറ്റീവ്? ദമാമാണ് നല്ലത്. അപ്പൊ അതിലും കുറച്ചും കൂടി ഇങ്ങനെ അതിലും. ഇപ്പൊ നമ്മുടെ ഇവിടെ നല്ല ചൂടാണെങ്കിലും അബഹയില് നല്ല തണുപ്പാണ്. അവിടെ നല്ല മഴയും മഞ്ഞ് വീഴ്ചയൊക്കെയാണെന്നാ പറയണേ. ഞാൻ ബാക്ക് സീറ്റിലോട്ടൊന്ന് ചാടിയിട്ടുണ്ട്.
അപ്പുന്റെ തല്ലല്ല എണ്ണാണ് ഞങ്ങളുടെ ബാക്ക് സീറ്റിലോട്ട് ചാടിയിട്ടുണ്ട്. വിച്ചുവിന് അവിടെ ഇരുന്നിട്ട് അവൻ എന്റെ മടിയിൽ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും സമ്മതിക്കണില്ല. ഇപ്പൊ ബാക്ക് സീറ്റിൽ വന്നിരുന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല. എന്നെ മടിയിൽ തന്നെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു. കളിക്കണ നിനക്ക് വേറെ സ്ഥലമില്ലേ? കാറിൽ കൊറേ സ്ഥലമുണ്ടല്ലോ. ഇവിടെ കളിച്ചൂടെ? അപ്പൊ ഗൈസ് ഞങ്ങൾ ജുബൈലിൽ പണിയെടുക്കാൻ പോണ് അല്ലെ? ഈ ഏരിയ മൊത്തം എങ്ങനെയാണല്ലേ കണ്ടിട്ടായി? പറയാ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയ മൊത്തം ഫുള്ള് എന്തിന്റെ പെട്രോളോ ഡീസലൊക്കെ എടുക്കണതാ? അത് ശരിക്കും മറ്റേ കടലിൽ അങ്ങനെ ഇല്ല അല്ലേ? കരിഞ്ഞുണങ്ങിയ പുല്ലല്ലേ, മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല. ഏരിയ നിറയെ പ്ലാസ്റ്റിക് ഒക്കെയാണല്ലേ. പെട്രോൾ പമ്പ് ഓ ദീദി പോണതാണോ? ഇത് എണ്ണ പൈപ്പാണ്. അപ്പൊ ഇവിടെ ആണല്ലേ മറ്റേ ഈ കനിയൊക്കെ മറ്റേ ജുബൈലെത്തിയാ? നമ്മള് ജുബൈലിൽ ഓൾറെഡി എത്തി. ജുബൈലിൽ നിന്ന് കുറച്ചും കൂടി പോകാനുണ്ട് ഇവരുടെ വർക്കിംഗ് സൈറ്റിലോട്ട്. ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ്. In 800 meters. കളിക്കണം. ഇത് മറ്റേ ചുരം കേറിയ പോലെയാണല്ലോ അല്ലേ? താഴത്തെ കൂടി വേറെ അടിപൊളി റോഡ് പോകുന്നു. രസമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ മറ്റേ KGF ഒക്കെ മാതിരി ഒരു സ്ഥലം. എവിടാ? അറ്റത്തോട്ടാ? അത് മറ്റേ ക്രെയിൻ അല്ലേ? വലിയ വലിയ ക്രെയിനുകള്. ആ അതെ അതെ അതെ. ഇത് മറ്റേ എണ്ണയുടെ ഖനനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഏത് ബിൽഡിംഗ്? ആ അതൊക്കെ നോക്കതേ. ഇവിടെ മറ്റേ എണ്ണയുടെ ഖനനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഫുള്ള് ഇതൊരു പാലത്തിൽ കൂടി പോവാണ്. പാലത്തിൽ കൂടി പോവാണ്. ഇതെന്താ?
വൈദ്യുതി ആയിരിക്കില്ലേ? ആ ഓക്കെ ഓക്കെ. ഇതപ്പോ എണ്ണ ആയിരിക്കില്ല കേട്ടാ. വൈദ്യുതി ഉൽപാദനത്തിന്റെ എന്തെങ്കിലും ഫാക്ടറീസ്. ഈ ഏരിയ മൊത്തം ഇങ്ങനെയാണ് കേട്ടോ, ഫുള്ള്. റോയൽ In 3 കമ്മീഷൻ kilometers, take the exit toward Highway 4, King Fahd. ഓക്കെ. അപ്പൊ നമ്മൾ ഗൂഗിൾ ചേച്ചിയും ഇവിടെ നമുക്ക് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. കിച്ചു കണ്ടാ? ഇഷ്ടായ? ഓ, ഉറക്കം വരണ്ട? ഫോട്ടോ ഇടണ്ടല്ല, ഇച്ചിരി ഉറക്കം വരണ്ട? ഇഷ്ടായ സ്ഥലങ്ങള്? നമ്മള് സിഗ്നലില് കിടക്കുവാണ്. അയ്യോ, പിച്ചുനെ കളയാൻ കൊണ്ടോണേ ഞങ്ങള്. അതെ, പണിയെടുക്കാൻ കൊണ്ടോണോ? നിനക്ക് അതിന് എന്ത് പണി അറിയാം? ഒട്ടകത്തിന്റെ കൂടെ കളിക്കാപ്പ. ഫോണിൽ വിളിച്ചാ മതി. കൈ കൊണ്ടാണ് സിഗ്നലായിട്ടില്ല. സൗദിക്ക് വേണമെന്ന് പറഞ്ഞു കൊടുക്കണം. വേണം. എങ്ങനെ മീനെ വിളിക്കണ? അപ്പം ഏട്ടനിവിടെ സ്റ്റിക്കറും വർക്കിന് വന്നതാണ്. അപ്പോൾ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ്. ഇതെന്താ സംഭവം ശരിക്കും? ഇതെന്താന്ന്? ആ, ഇത് വലിയ വലിയ പെയിന്റിങ്സ് ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണല്ലേ? വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പെയിന്റിങ്. ഇവിടെ 2000 സൗദി റിയാലാണ് ഈ ഒരു പെയിന്റിങ്ങിന് തന്നെ. അതേപോലെ എല്ലാത്തിൻ്റെ പ്രൈസ് വെച്ചിട്ടുണ്ട്. വലിയ പെയിന്റിങ് ഉണ്ട്. ഇത് ശരിക്കും നമ്മുടെ സൗദി കൾച്ചർ ഇതായിട്ടുള്ള കറക്റ്റ് നമ്മുടെ ഒട്ടകവും ഇഷ്ടംമാതിരി ഇതുണ്ട് കേട്ടോ. കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. ഇതിനൊക്കെ നല്ല പ്രൈസായിരിക്കും. ഇത് ഫുള്ള് നമ്മുടെ സൗദി കൾച്ചറായിട്ട് ബന്ധപ്പെട്ടും ഓരോ നമ്മുടെ ആടുജീവിതത്തിലൊക്കെ എവിടെയോ കണ്ടു മറന്നൊരു ലൊക്കേഷൻ പോലെയൊക്കെ തോന്നണില്ലേ? ഇഷ്ടംമാതിരി പെയിൻറ്റിങ് ആണ് കേട്ടോ.
വാവ്, ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു വെറൈറ്റി പെയിന്റിങ് ഇതിന്റെ നടുക്കിരിക്കുന്ന. ആ ബിച്ചു സ്പൈഡർമാന്റെ ബോള് കാണിച്ചു തരാം. ഓ, ഇത് പ്ലേയിങ് ഏരിയ ആണല്ലേ. ആ, ഇത് കുട്ടികൾക്ക്, ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്റർടൈൻമെന്റ് ഏരിയയാണ്. ഗെയിമിങ് കുറെ സെക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ചെറിയ പിള്ളേർക്കുള്ള ഗെയിമിങ് സെക്ഷനും കാര്യങ്ങളും. പിന്നെ നമ്മള് ഒരു ബീച്ച് എന്ന് പറയാൻ പറ്റില്ലല്ലോ, കടലിന്റെ ഒരു നല്ലൊരു ഏരിയയിലോട്ടാണ് പോണേ. കുറെ സീറ്റിങ്ങും അടിപൊളി വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പൂൾ ഏരിയ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഈ കാണുന്ന കടലാണ്, നമ്മുടെ കടലാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫിഷിങ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ഏരിയയാണ്. പിന്നെ ഈ ടൈമിൽ എന്താന്ന് വെച്ചാല് നല്ല വെയിലുണ്ട്. ഒരു ഈവനിങ് ടൈമൊക്കെ ആയി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. ആ, താഴെ മീനോ? എവിടെ മീൻ? എന്റെ ദൈവമേ, ഇത് മൊത്തം മീനാണല്ലോ. തട്ടല്ലേ? ആ, ഇത് മൊത്തം മീനുകളാ. ആ, ഫോണില് കണ്ട്. എന്തോരം മീനാ. താങ്ക് യു ചേട്ടാ ഈ കാഴ്ച കാണിച്ചു തന്നേന്. ഇത് മൊത്തം മീനാണ് ട്ടോ കാണുന്നത്. ഈ കരയ്ക്ക് ഇഷ്ടമാതിരി കുഞ്ഞു മീനുകൾ. അതേ തന്നെ, ഇഷ്ടമാതിരി മീനുകളാണ് ഈ കാണുന്നത്. ഞാൻ സൂം ചെയ്യണ്ട് മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇത് കാണുന്ന മൊത്തം മീനാണ്, ചാകരയാണ് മീനിന്റെ. ഉണ്ടല്ലേ, ഇഷ്ടമാതിരി മീൻ. ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണണേ. എന്തോരം മീനാന്ന് നോക്കി. അരികത്തായിട്ട് കുഞ്ഞു മീൻ. ഇത് വലുതായി കഴിയുമ്പോൾ അതിനെ പിടിച്ച് കഴിക്കും എന്നൊക്കെയാണ് പറയണേ. ഇപ്പൊ സൈസിൽ ആള് ചെറുതാണെങ്കിലും ചാകര പോലെയാണ് അറ്റത്ത് വന്ന് അടിഞ്ഞു കൂടി കിടക്കണേ. ഇഷ്ടമാതിരി മീനുകള്. ഇപ്പൊ ഫിഷിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. വെള്ളത്തിൽ കളിക്കാൻ പറ്റില്ല. ഇതേ അവിടെ കുഞ്ഞു മൈനകളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലേ. അയ്യോ, ഇത് മീനാണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയ മൊത്തം ബ്ലാക്ക് കളറിൽ കാണുന്നത് മൊത്തം മീനാണ്. ഇങ്ങനെ മീനായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ചാകരയാണ്. ഇതെനിക്ക് മനസ്സിലാവണില്ല ഇങ്ങനത്തെ കാഴ്ച. അത് നമ്മുടെ ഈ കരയ്ക്ക് തന്നെ ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ അമ്മേ, ഈ മീനൊക്കെ വലുതായി കഴിഞ്ഞാൽ നല്ല സൈസാണ്, വലിയ മീനാണ് അത്രേ. പക്ഷെ ഇതിപ്പോ ചെറുതാണ്. അടിപൊളി, നല്ലൊരു അടിപൊളി നമ്മുടെ കടൽ തീരം. പിന്നെ നാട്ടിലെ പോലെ തിരമാലയും കാര്യങ്ങളും ഒന്നുമില്ല. ബിച്ചു ആണെങ്കിൽ പൂള് കണ്ടിട്ട് ഒരു രക്ഷയില്ല. അവന് പൂളിൽ പോണെന്നാ പറയണേ. പക്ഷെ നമുക്കിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള അങ്ങനെയൊന്നും പറ്റിയ അനുമതിയില്ല. അപ്പൊ വിച്ചു എന്നെ വലിച്ചോണ്ടിരിക്കണം. വിച്ചു ഇങ്ങോട്ട് വാ, മീനെ കണ്ടാ? അച്ഛ വിളിക്കുന്നു. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. നല്ലപോലെ വിശപ്പായി തുടങ്ങിയിട്ട്. ബിച്ചുക്കുട്ടൻ നല്ല ഉറക്കായിട്ട് അവനൊരു സ്പൈഡർമാൻ്റെ ബോള് കണ്ട്. അപ്പം അവന് അത് വേണം എന്ന് പറഞ്ഞ് ഒന്ന് വിഷമിച്ച്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അത് നല്ല ഉറക്കായിട്ടുണ്ടാവും. ഇനി ഫുഡ് കഴിക്കാൻ അവിടെ എത്തിക്കഴിയുമ്പോൾ എഴുന്നേൽപ്പിച്ച് ഫുഡ് കൊടുക്കണം.